പിങ്ക് പെറ്റൽസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കുനാഫ തയ്യാറാക്കുന്നതിൻ്റെ വ്യത്യസ്ത റെസിപ്പികൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അതിൽ എനിക്ക് വളരെ സിമ്പിളായും ടേസ്റ്റിയായിട്ട് തോന്നിയ ഒരു റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്ന ചേരുവകൾ മാത്രമേ ഈ കുനാഫ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. കുനാഫയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിൽ എടുക്കുക. അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായി തിളപ്പിച്ചിട്ട് പഞ്ചസാരയും വെള്ളവും കൂടി നന്നായി യോജിക്കുന്നത് വരെ തിളപ്പിച്ച് അലിയിച്ചെടുക്കണം. നൂൽപ്പരുവൊന്നുമല്ല, നമ്മൾ കേക്കൊക്കെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നില്ലേ, അതേ രീതിയിൽ തന്നെ ഇതിനും തയ്യാറാക്കിയെടുത്താൽ മതി. പഞ്ചസാരയും വെള്ളവും കൂടി നന്നായി തിളച്ച് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് പാലൊഴിച്ചു കൊടുക്കുക. പാലിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി കൂടി ചേർക്കുക. ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. കോൺഫ്ലോർ പാലിൽ നല്ലവണ്ണം ഇളക്കി ചേർത്ത് അലിയിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ കട്ടയായി പോവും. കോൺഫ്ലോർ പാലിൽ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. അതിനുശേഷം ഇത് തുടരെ ഇളക്കിയിട്ട് നല്ല കട്ടിയാക്കി കുറുക്കിയെടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ഈ പാൽക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് തയ്യാറാക്കുമ്പോൾ ചുവട് കട്ടിയുള്ള പാത്രം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഈ പാത്രം അടിയിൽ പിടിക്കുന്നതെന്ന് തോന്നിയത് കൊണ്ട് എനിക്ക് ഒരു നോൺ സ്റ്റിക്ക് തവയിലേക്ക് മാറ്റേണ്ടി വന്നു. നിങ്ങൾ വയ്ക്കുമ്പോൾ ഇങ്ങനെ നോൺ സ്റ്റിക്ക് തവയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. തുടരെ ഇളക്കി കൊടുത്ത് തന്നെ ഇത് തയ്യാറാക്കി എടുക്കുക. ഇതിപ്പോൾ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പാകത്തിന് നമുക്ക് സ്റ്റവ് ഓഫാക്കാം. കാരണം ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വരും. ഞാനിവിടെ കുനാഫ തയ്യാറാക്കുന്നത് കുനാഫ ഡോ വെച്ചിട്ടല്ല, പകരം നല്ല നേർത്ത സേമിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് വാങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് കവറിൽ വെച്ച് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അത് കുറച്ചുകൂടി പൊടിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. പൊടിച്ചെടുത്ത ഈ സേമിയ നമുക്കൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ സേമിയയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഈ സേമിയയുടെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. താല്പര്യമില്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. ഇനി ഇത് ചെറിയ തീയിൽ നമുക്ക് നന്നായിട്ട് ചൂടാക്കാം. ഇതിൻ്റെ കൂടെ 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ബട്ടർ അലിഞ്ഞിട്ട് പഞ്ചസാരയും പാൽപ്പൊടിയും സേമിയയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം ഒന്ന് ചൂടാക്കിയാൽ മതി. ഇപ്പോൾ ചേരുവകളെല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവിൽ നിന്നും മാറ്റി വയ്ക്കാം. അടുത്തതായി ബേക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ബട്ടറോ ഓയിലോ നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയ മിക്സിൽ നിന്നും ഒരു പകുതി ഈ ഡിഷിലേക്ക് നിരത്തി കൊടുക്കുക. നിരത്തുമ്പോൾ നന്നായി പ്രസ് ചെയ്ത് തന്നെ നിരത്തി കൊടുക്കുക.
പകുതിയോളം നിരത്തി കൊടുത്തിട്ട് ഈ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാലിൻ്റെ മിക്സ് ഇതിന് മുകളിൽ നിരത്തുക. ഫുള്ളായിട്ട് നമുക്ക് ഇതിന് മുകളിലേക്ക് തന്നെ നിരത്തി കൊടുക്കാം. പാലും കോൺഫ്ലോറും ചേർത്തുണ്ടാക്കിയ ക്രീം ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത മോസറല്ല ചീസ് വിതറി കൊടുക്കാം. ചീസ് ഓരോരുത്തർക്കും എത്ര ഇഷ്ടമാണോ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. ചീസിന് മുകളിലേക്ക് വീണ്ടും ബാക്കിയിരിക്കുന്ന സേമിയ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓവന് വെച്ച് ബേക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്ത് കൊടുക്കണം. സ്റ്റവിൽ വെച്ച് ബേക്ക് ചെയ്യാനാണ് വിചാരിക്കുന്നതെങ്കിൽ ഈ കുനാഫ സെറ്റ് ചെയ്യേണ്ടത് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ്. അതിനുശേഷം കേക്കൊക്കെ സ്റ്റവിൽ എങ്ങനെയാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് അതുപോലെ ഇതും നമുക്ക് റെഡിയാക്കി എടുക്കാം. 20 മിനിറ്റ് ഓവൻ വെച്ച് ബേക്ക് ചെയ്ത് കുനാഫ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ആവുന്ന രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത നട്ട്സ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് ഗാർണിഷ് ചെയ്യാം. പിസ്തയോ അണ്ടിപ്പരിപ്പോ വാൽനട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഈ കുനാഫ ചൂടോട് കൂടിയ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടോ നമുക്ക് ഉപയോഗിക്കാം. തണുപ്പിച്ച് ഉപയോഗിക്കാനാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഇട്ടെടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കുനാഫ. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.